നമ്മളുടെ ജീവിതത്തിൽ ചെറുപ്പം മുതലേ നാം പഠിക്കുന്ന വിശ്വാസ സത്യങ്ങളുണ്ട്. ഒരുപക്ഷെ മാതാപിതാക്കന്മാരിലൂടെ, ഗുരുക്കന്മാരിലൂടെ, നമ്മളെ നയിക്കുന്ന നേതാക്കളിലൂടെ നാം പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. ഇന്ന് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളായി ആഘോഷിക്കുമ്പോൾ നാം പലപ്പോഴും അറിഞ്ഞും അറിയാതെയും ഉപയോഗിക്കുന്ന പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3 പേരുടെ ഏകത്വത്തിൻ്റെ മഹത്വത്തിൻ്റെ തിരുനാളായിട്ടാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്. ക്രിസ്തുവിലേറ്റവും സ്നേഹമുള്ളവരെ, ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ, നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായനയിൽ, മുകളിൽ സ്വർഗത്തിലും അടിയിൽ ഭൂമിയിലും കർത്താവാണ് ദൈവമെന്ന്, മറ്റൊരു ദൈവമില്ല എന്നുള്ള വിശ്വാസ സത്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പഴയ നിയമ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം എന്നത് പലപ്പോഴും പേടിപ്പിക്കുന്ന സ്വഭാവമുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത്. ഇസ്രായേലിൻ്റെ അടിമത്തത്തിൽ നിന്നും ഒരു ജനവിഭാഗത്തെ നേടിയെടുക്കുവാൻ വേണ്ടി എന്തെല്ലാം മഹത്വമുള്ള കാര്യങ്ങളാണ് മറ്റുള്ളവരുടെ മുൻപിൽ ദൈവം ചെയ്തത്. ഒരു പ്രത്യേകമായിട്ടുള്ള ജനതയെ തിരഞ്ഞെടുത്ത് അവരെ രക്ഷയുടെ പാതയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി മറ്റുള്ള ജനതകളുടെ മുൻപിൽ അധികാരം പ്രയോഗിക്കുന്ന, വലിയ ശക്തി പ്രയോഗിക്കുന്ന, മറ്റുള്ളവരെ പേടിപ്പെടുത്തുന്ന ആരെങ്കിലും ആ ജനങ്ങൾക്ക് എതിരെ കൈ ഉയർത്തിയാൽ, ദൈവത്തിനെതിരെ വാക്കുകൾ ഉതിർത്തിയാൽ അവരെയെല്ലാം ഉന്മൂലനം ചെയ്തുകൊണ്ട് വിശുദ്ധീകരിച്ച് രക്ഷയിലേക്ക് വലിച്ചെടുപ്പിക്കുന്ന ഒരു ദൈവം. എന്നാൽ ഇന്ന് രണ്ടാമത്തെ വായനയിലേക്ക് വരുമ്പോൾ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, പുത്രസ്വീകാരത്തിൻ്റെ ചൈതന്യമത്രേ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. അതിനാലാണ് നാം ദൈവത്തെ ആബാ പിതാവ് എന്ന് വിളിക്കുന്നതെന്ന്. പലപ്പോഴും നാം യേശുവിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്, യേശു പഠിപ്പിച്ച വിശ്വാസ സത്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കാറുണ്ട്. നമുക്ക് നൽകിയിട്ടുള്ള ആത്മാവിൻ്റെ ശക്തിയാൽ, നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവിനോട് കൂടെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾ മുൻപോട്ട് നയിക്കപ്പെടുമെന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ ജ്ഞാനസ്നാനപ്പെടുത്തുവിനെന്ന് പറഞ്ഞുകൊണ്ട് യേശുനാഥൻ തൻ്റെ 11 ശിഷ്യന്മാരെ ലോകത്തിലേക്ക് അയക്കുന്നു. ഇവിടെ നാം കാണുന്നത്, യേശുനാഥൻ തൻ്റെ പരസ്യ ജീവിത കാലഘട്ടം ആരംഭിച്ചത് മുതൽ തന്നോട് ചേർന്ന് നിൽക്കുവാൻ വേണ്ടി ശിഷ്യന്മാരെ പ്രത്യേകമാം വിധം തിരഞ്ഞെടുക്കുന്നുണ്ട്. സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ 12 ശിഷ്യന്മാർ മാത്രമല്ല, അവനോട് ചേർന്ന് സഞ്ചരിക്കുവാനായി അവൻ്റെ ജീവിതമാർഗത്തോടും സുവിശേഷത്തോടും അനുയാത്ര ചെയ്തിരുന്ന മറ്റ് അനേകം പേർ ഉണ്ടായിരുന്നുവെന്നുള്ള കാര്യം കൂടി നമുക്ക് വളരെ വ്യക്തമായി കാണുവാനായി സാധിക്കും. ഞാൻ പറയുവാനായി ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. ക്രിസ്തുവിൻ്റെ അപ്പോസ്തോലന്മാരോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ള വ്യക്തികളാണ് ഞാനും നിങ്ങളും. യേശുവിൻ്റെ സുവിശേഷവൽക്കരണത്തിൽ നാം അംഗങ്ങളാകണമെങ്കിൽ നാം ഈ വിശ്വാസ സത്യം അറിയുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യണം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിവരുടെ ഐക്യം പോലെ നമ്മളുടെ ജീവിതത്തിലും ഒരു ഐക്യമുണ്ടാകണമെന്ന് നാം പറയണം. താഴ്ന്ന ക്ലാസുകൾ മുതൽ ഒരുപക്ഷെ വേദോപദേശത്തിലൂടെയും വൈദികരിലൂടെയും സന്യസ്തരിലൂടെയുമെല്ലാം നാം കേട്ടിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഗുണങ്ങളും പരിശുദ്ധാത്മാവിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളുമുണ്ട്.
കഴിഞ്ഞ ഞായറാഴ്ച നമ്മളുടെ വികാരിയച്ഛൻ വളരെ വ്യക്തമായി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നതാണ്. നാം വിശ്വസിക്കുന്ന ഏക ദൈവത്തിനെ ആണ് നാം ആരാധിക്കുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ളവർ ഏകത്വത്തിൽ മഹത്വപ്പെടുന്ന വ്യക്തികളാണ് എന്ന് നമ്മളുടെ വിശ്വാസ സത്യത്തിൽ നാം ഏറ്റുപറയുന്നതാണ്. ഏകനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ പിതാവായ ദൈവത്തിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളുവാൻ വേണ്ടി പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ നാം ആബാ പിതാവ് എന്ന് അവിടുത്തെ അഭിസംബോധന ചെയ്യുന്നുവെന്ന്. നമ്മളുടെ വിശ്വാസ സത്യമാണ് ത്രിത്വം എന്നുള്ളത്. പലപ്പോഴും പല പണ്ഡിതന്മാരും തിരുസഭയിൽ നടന്നിട്ടുള്ള ഈ വിശ്വാസ സത്യങ്ങളെ ചോദ്യം ചെയ്തിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം കൊണ്ട് തന്നെ സഭാ പണ്ഡിതന്മാരെല്ലാം അതിന് വ്യക്തമായ ഉത്തരങ്ങൾ നൽകിക്കൊണ്ട് ദൈവത്തിൻ്റെ സ്വഭാവത്തെയും ഭാവത്തെയും പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തെയും അധികാരത്തെയും ഏകത്വ ദൈവത്തെയും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാം വായിക്കുവാനോ ഇതെല്ലാം ചിന്തിക്കുവാനോ ഏകദൈവത്തെ മഹത്വപ്പെടുത്തുവാനോ നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ലോകത്തിലേക്ക് പോയി മറ്റു വ്യക്തികളെ ജ്ഞാനസ്നാനപ്പെടുത്തുവെന്നുള്ള കാര്യമെല്ലാം പലപ്പോഴും സുവിശേഷങ്ങളിലും എഴുതപ്പെട്ടിരിക്കുന്ന ദിവ്യമായിട്ടുള്ള ഗ്രന്ഥങ്ങളിലും ഒതുങ്ങിപ്പോകുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് എൻ്റെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ സുരക്ഷിതമായി സമാധാനമായി ജീവിക്കണം. അതുമാത്രമാണ് എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ കാര്യമെന്ന് ചിന്തിക്കുന്നവർ വരെയുണ്ട്. നമ്മളുടെ തന്നെ വ്യക്തിപരമായിട്ടുള്ള ജീവിതങ്ങളിലേക്ക് എടുത്തു നോക്കിയാൽ നാം ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരുപക്ഷെ നല്ലതുപോലെ ജീവിക്കണം, നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കണം, നല്ലതുപോലെ സമ്പാദിക്കണം, നമ്മുടെ മക്കളെ നല്ലതുപോലെ വളർത്തണം, സമൂഹത്തിൽ ആരോടും വിരോധവും വിദ്വേഷവുമില്ലാതെ ജീവിക്കണം, ആരെയും വേദനിപ്പിക്കാതെ ജീവിക്കണമെന്നെല്ലാം നല്ല വ്യക്തികൾ ചിന്തിക്കാറുണ്ട്. ഇവിടെയാണ് നമ്മളുടെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിലുള്ള വ്യത്യാസം. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തി പരിശുദ്ധാത്മാവിൻ്റെ തീക്ഷ്ണതയാൽ ഈ ലോകത്തിലേക്ക് ഇറങ്ങിത്തിരിക്കണം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവിനെയല്ല, ദൈവം നിങ്ങളിലേക്ക് നൽകിയിട്ടുള്ള പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ പോകുന്ന ഇടങ്ങളിലെല്ലാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഒരുപക്ഷെ ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം, സഭയുടെ ആരംഭ കാലഘട്ടങ്ങളിലെല്ലാം തീഷ്ണതയോടുകൂടി ഇറങ്ങിത്തിരിച്ച അപ്പോസ്തലന്മാർ സുവിശേഷത്തിൻ്റെ വേല ചെയ്യുന്നതിന് വേണ്ടി നാനാജാതിയായിട്ടുള്ള ജനങ്ങളുടെ മുൻപിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിന് വേണ്ടി തൻ്റെ രാജ്യവും നാടും മാതാപിതാക്കന്മാരെയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ധീരതയോടുകൂടി ഇറങ്ങിത്തിരിച്ച ധീര ആത്മാക്കളുണ്ട്. പലരും തങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി വിവിധങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ, ഇടങ്ങളിൽ അവരുടെ ജീവൻ ഹോമിച്ചവരുണ്ട്. ഇന്ന് നമ്മളുടെ ഭവനമാകുന്ന ഇടങ്ങളിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരുവാൻ വരെ ഭയമാണ്. ഇവിടെയാണ് നാടും വീടും വേണ്ടപ്പെട്ടവരെയുമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സുവിശേഷവൽക്കരണത്തിന് ഇറങ്ങിത്തിരിച്ച മിഷൻ പ്രവർത്തകരുടെ ധീരതയുള്ള ആത്മാവിനെ നാം തിരിച്ചറിയേണ്ടത്. പലപ്പോഴും നമ്മളുടെ ജീവിതം സുരക്ഷിതമാക്കുവാൻ വേണ്ടി ചിന്തിക്കുമ്പോൾ നാം അറിയാതെ നഷ്ടപ്പെടുത്തി കളയുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനെയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളുടെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയാൽ നമ്മളുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുകയില്ല. പലപ്പോഴും പല വ്യക്തികളോടും സംസാരിക്കുമ്പോൾ അവർ പറയുന്ന വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുവാനായി സാധിക്കാറുണ്ട്, ജീവിതത്തിൽ നിരാശ വളരെയധികം വരുന്നുണ്ട്, ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് ഒന്നും തന്നെ നടക്കുന്നില്ല എന്ന്. ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നതിന് മുൻപ് നീ ദൈവത്തിനോട് പ്രാർത്ഥിക്കുവാൻ തക്ക ദൈവത്തിൻ്റെ ചൈതന്യമുള്ള ഒരു വ്യക്തിയാണോ എന്ന് തിരിച്ചറിയണം. വിശ്വാസ സത്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ വേണ്ടി
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾ മറ്റുള്ളവരെ ജ്ഞാനസ്നാനപ്പെടുത്തുവിനെന്ന് പറഞ്ഞയച്ച യേശുനാഥൻ്റെ ശിഷ്യന്മാരാണോ ഞാനെന്ന് ആദ്യമേ ചിന്തിക്കണം. ഞാൻ ദൈവത്തിൻ്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരു വ്യക്തിയാണ് എങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാതെ പോകുകയില്ല. ഞാൻ ചിന്തിക്കുന്നത് ദൈവത്തിനോട് ചേർന്നായിരിക്കും. എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ചിന്തകളോ താല്പര്യങ്ങളോ ഉണ്ടാകുകയില്ല. നമ്മളുടെ അനുദിന ജീവിതത്തിൽ ഒരുപക്ഷെ ഇന്ന് ഈ ഞായറാഴ്ച നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള ചിന്തകൾ നമ്മൾക്കൊന്ന് ഏകാന്തമായിട്ടൊന്ന് ചിന്തിക്കുവാനായി സാധിക്കുന്നുണ്ടോ? എന്തു ചെയ്യണമെന്നല്ല, എങ്ങനെയാണ് ചെയ്യണമെന്നാണ് ചിന്തിക്കേണ്ടത്. വ്യക്തി താല്പര്യങ്ങളെക്കാൾ ഉപരി നമ്മളുടെ വിശ്വാസ സത്യങ്ങൾക്കും നമ്മളുടെ ജീവിതത്തിനും നമ്മളുടെ ആത്മാവ് പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളും ചെയ്യുവാനുള്ള ധൈര്യം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇവിടെയാണ് സങ്കീർത്തകൻ പറയുന്ന കാര്യം വളരെ വ്യക്തമാകുന്നത്. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ് എന്ന്. കർത്താവ് ദൈവമാകണമെങ്കിൽ, നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവം നമ്മളെ നയിക്കണമെങ്കിൽ നാം നമ്മളുടെ വിശ്വാസ ജീവിതത്തിൽ ഉറപ്പുള്ളവരായി തീരണം. പലപ്പോഴും വിശ്വാസ സത്യങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ നാം ചെയ്യുന്നുണ്ട്. ആദ്യമെല്ലാം ദേവാലയങ്ങളുടെ മുൻപിലൂടെയെല്ലാം കടന്നു പോകുമ്പോൾ വളരെ ഭക്തിയോടുകൂടി തലയൊന്ന് കുമ്പിട്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നുള്ള നാമത്തിലെല്ലാം ചൊല്ലിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന വ്യക്തികളുണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം വെറും കാട്ടായങ്ങൾ മാത്രമായി തീർന്നിരിക്കുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പോലും പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ കുരിശ് വരയ്ക്കുവാനായി പഠിപ്പിക്കണമെന്ന്. കുരിശ് വരയ്ക്കാത്ത മാതാപിതാക്കന്മാർ എപ്രകാരമാണ് കുരിശ് വരയ്ക്കുവാനായി മക്കളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്? പലപ്പോഴും വിശ്വാസ സത്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന, ക്ലാസ്സുകൾ എടുക്കുന്ന സിസ്റ്റേഴ്സിനും മറ്റു ടീച്ചേഴ്സിനുമെല്ലാം വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നുണ്ട്. തങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം 100% ഉറപ്പിൽ അവർ നൽകുമ്പോൾ വിശ്വാസ സത്യങ്ങളെ നൽകുന്ന മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് മാതാപിതാക്കന്മാരുടെ കടമയല്ല, അത് വേദോപദേശം പഠിപ്പിക്കുന്ന വ്യക്തികളുടെ കടമയാണ് എന്ന് ചുരുക്കപ്പെടുന്ന ഒരവസ്ഥ. ഇവിടെയാണ് നാം ദുഃഖിക്കുമ്പോൾ ദൈവം നമ്മെ നോക്കി പറയുന്ന വാക്കുകളുണ്ട്. ഞാൻ നിന്നെ ഈ ലോകത്തിലേക്ക് അയച്ചത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മറ്റുള്ളവരെ, നിന്റെ മക്കളെ ജ്ഞാനസ്നാനപ്പെടുത്തി സഭയിലേക്ക് നൽകുവാൻ വേണ്ടിയാണ് എന്ന്. ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും നല്ല ഉറപ്പോടും വിശ്വാസത്തോടും കൂടി കൊടുത്തപ്പോൾ എന്തുകൊണ്ടാണ് നാം വിശ്വാസ സത്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ കൊടുക്കുവാനായി കഴിയാതെ പോയത്? ഈ മഹാമാരിയുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ചിട്ടയായി നമ്മളുടെ മക്കളെ വളർത്തേണ്ട മാതാപിതാക്കന്മാർ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് ഓൺലൈൻ മാധ്യമങ്ങളിൽ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. എന്നാൽ വിവിധങ്ങളായ ചതിക്കുഴിയിൽ വന്ന് പതിക്കുമ്പോൾ മാതാപിതാക്കന്മാരോട് പോലും പറയാതെ ഒളിച്ചു വയ്ക്കുന്ന സത്യങ്ങളുണ്ട്. അവരുടെ ലോകം അവരുടെ മൊബൈൽ ഫോണും അവരുടെ ഓൺലൈൻ ബന്ധങ്ങളും മാത്രമാണ്. എന്നാൽ വീടിന് അപ്പുറത്തുള്ള വ്യക്തിയെ അറിയുവാനോ അവൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനോ ഒരുപക്ഷെ നമ്മൾക്ക് കഴിയാതെ പോകുന്നു. നമ്മളുടെ വീടിൻ്റെ അപ്പുറത്ത് ഒരു വ്യക്തിക്ക് ഒരു അസുഖമോ മരണമോ സംഭവിക്കുമ്പോൾ അവന് അങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പരിഭവിക്കാതെ ആ വ്യക്തിക്ക് ആ ഒരു അസുഖമുണ്ടായിരുന്നുവെന്ന് ആദ്യമേ തന്നെ നാം അറിഞ്ഞിരിക്കണം. പലപ്പോഴും അകലെയുള്ള വ്യക്തികളോട് ചിരിച്ച് സംസാരിക്കുകയും അടുത്തുള്ള വ്യക്തികളോട് ദേഷ്യത്തോടുകൂടി പെരുമാറുന്നവരാണ് ഞാനും നിങ്ങളും. അകലെയുള്ള വ്യക്തികൾ വളരെ സുരക്ഷിതമായ മാനങ്ങളിൽ നിൽക്കുന്നവരാണ്. അടുത്തുള്ള വ്യക്തികളാകട്ടെ നാം എപ്പോഴും ഇടപഴകുന്നവരാണ്. നമ്മളുടെ ഭവനത്തിലും ഇതുപോലെ തന്നെയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഐക്യത്തോടു കൂടി നിലനിൽക്കുന്നതിൻ്റെ ചൈതന്യം ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മളുടെ കുടുംബത്തിലും ഇതുപോലെ തന്നെ ആയിരിക്കണം. മാതാപിതാക്കന്മാരും മക്കളും ഐക്യത്തോടു കൂടി നിലനിൽക്കണം.
നാം സുവിശേഷത്തിൽ വായിച്ചു കേട്ടിട്ടുണ്ട്. ശിഷ്യന്മാർ സുവിശേഷം പ്രഘോഷിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചപ്പോൾ അവർക്ക് വിവിധങ്ങളായിട്ടുള്ള ശക്തികൾ ലഭിച്ചു, ഭാഷാവരം ലഭിച്ചു, രോഗികളുടെ മേൽ അവർ കൈകൾ വെച്ചു. സന്തോഷത്തോടുകൂടി യേശുവിൻ്റെ അടുക്കൽ ആ 72 പേർ തിരിച്ചു വന്നുകൊണ്ട് പറയുന്നുണ്ട്, ഞങ്ങൾ ഇത്രയും നല്ല കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കണ്ടത്. എന്നാൽ യേശുനാഥൻ അവരോട് പറഞ്ഞ വാക്കുകളുണ്ട്, നിങ്ങൾ ഇതിനെയോർത്ത് സന്തോഷിക്കാതെ സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ നിങ്ങൾ മുൻപോട്ട് ജീവിക്കണമെന്ന്. ഒരുപക്ഷെ നമ്മളുടെ ജീവിതത്തിൽ ഭൗതികമായിട്ടുള്ള സമ്പത്തിലും ബന്ധങ്ങളിലുമെല്ലാം നാം വളരെയധികം സമ്പന്നരായിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ സ്വർഗരാജ്യത്തിൽ എൻ്റെ പേര് എഴുതപ്പെട്ടിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കണം. ജീവിതത്തിൽ മുൻപോട്ട് പോകുവാനുള്ള പ്രത്യാശ നൽകുന്നതാണ് സ്വർഗരാജ്യത്തെയും വിശ്വാസ സത്യങ്ങളെയും കുറിച്ചുള്ള ചിന്തകളും കാര്യങ്ങളും. പലപ്പോഴും ഭൗതികമായിട്ടുള്ള ജീവിതത്തെ മാത്രം ശ്രദ്ധ വയ്ക്കുമ്പോൾ നാം അറിയാതെ നമ്മളുടെ ഹൃദയത്തിൽ നിന്ന്, നമ്മളുടെ ചിന്തകളിൽ നിന്ന് വരെ ഇറങ്ങിപ്പോകുന്ന വിശ്വാസ സത്യങ്ങളുണ്ട്, സത്യാത്മാവിൻ്റെ ഗുണങ്ങളുണ്ട്. പണ്ടെല്ലാം ആരെങ്കിലും രോഗാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെടാറുണ്ട്, ഇപ്പോഴും ആവശ്യപ്പെടാറുണ്ട്. എന്നാൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പലരും ആവശ്യപ്പെടുന്നത് പ്രാർത്ഥനയേക്കാൾ ഉപരി അക്കൗണ്ട് നമ്പർ അയച്ചു തന്നിട്ട് അവരിലേക്ക് ഗൂഗിൾ പേയോ ബാങ്ക് അക്കൗണ്ടിലേക്ക് 100 രൂപയോ 1000 രൂപയോ കണക്കിൽ പെടാത്ത സംഖ്യയോ അയക്കുവാൻ വേണ്ടിയാണ്. ഇവിടെയെല്ലാം ആരെല്ലാമാണ് ഈ പണങ്ങളെല്ലാം ഉപയോഗിക്കുന്നതെന്ന് നാം ചിന്തിക്കണം. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഉറപ്പുള്ള ഒരു കാര്യമേ നൽകുവാനുള്ളൂ. രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ചൈതന്യം നമുക്ക് നൽകുവാനായി സാധിക്കണം. നാം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിക്കുവാനുള്ള ചൈതന്യം നമുക്കുണ്ടാകണം. ഇവിടെയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും ഏകദൈവത്തിൽ ആരാധിക്കുന്ന വിശ്വാസികളുടെ മഹത്വം കടന്നു വരുന്നത്. സത്യാത്മാവ് എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് മുൻപോട്ട് പോകുവാനായി സാധിക്കണം. ഈ ലോകത്തിലുള്ള ജീവിതം വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ്. നാം ജീവിക്കുന്നത് നമ്മളുടെ വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി മാത്രമായി തീരരുത്. ഒരുപക്ഷെ നമ്മളുടെ ഭവനത്തിലുള്ളവർ പോലും നമ്മളുടെ മരണം ഒരു നേരമെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇവിടെയാണ് എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ പ്രവർത്തികളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇല്ല എന്നുള്ള കാര്യം തിരിച്ചറിയുന്നത്, വളരെ വ്യക്തമായി പ്രകടമാകുന്നത്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിലും മാതാപിതാക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിലും ഇവൻ അല്ലെങ്കിൽ ഇവൾ, എൻ്റെ അപ്പൻ അല്ലെങ്കിൽ അമ്മ, എൻ്റെ മക്കൾ ഈ ലോകത്തിൽ ഒരു നിമിഷമെങ്കിലും ഇല്ലായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നുണ്ട് എങ്കിൽ, മറ്റുള്ളവരെക്കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, മറ്റുള്ളവരെക്കുറിച്ച് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ ഒരു സത്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം, എൻ്റെ ഉള്ളിലും ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്നുണ്ട് എങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിലും ഫലങ്ങളിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സന്തോഷത്തോടും സമാധാനത്തോടും ഐക്യത്തോടും കൂടെ നാം മറ്റുള്ളവരെ നോക്കിക്കാണുവാനായി പഠിക്കും. ഇവിടെയാണ് ഇന്ന് ഈ പരിശുദ്ധ പരമത്രിത്വത്തിൻ്റെ തിരുനാളായി ആഘോഷിക്കുമ്പോൾ ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ പറഞ്ഞതുപോലെ നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു ദൈവമല്ല നമുക്കുള്ളത്. നമ്മളോട് കൂടെ ചേർന്ന് സഞ്ചരിക്കുന്ന, നിങ്ങളുടെ പ്രവൃത്തികളിൽ നിങ്ങളെ നയിക്കുന്ന, നിങ്ങളെ ധൈര്യപ്പെടുത്തുന്ന, നിങ്ങളുടെ കാര്യങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ ചൈതന്യം നൽകുന്ന, സ്നേഹത്തിൻ്റെ വാത്സല്യം നൽകുന്ന, കരുതലുള്ള ഒരു ദൈവമാണ് നമ്മളോട് കൂടെയുള്ളത്. ഇന്നു മുതൽ നമുക്ക് നമ്മളുടെ ദൈവത്തെ നമ്മളുടെ ഹൃദയത്തിൽ സ്വീകരിക്കാം, നമ്മളുടെ ഭവനത്തിൽ സ്വീകരിക്കാം, നമ്മളുടെ ജോലി മേഖലകളിൽ സ്വീകരിക്കാം. ദൈവത്തിനോട് ചേർന്ന് ദൈവജനത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം.